ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഭഗവത്ഗീത ജ്ഞാനയജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. 6-ാം അധ്യായമായിട്ടുള്ള സാംഖ്യയോഗം എന്ന അധ്യായത്തിലെ ധ്യാന പരിശീലനം, ധ്യാനത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകിയിരുന്നു. തുടർന്നും ചോദ്യങ്ങൾ വരുന്നുണ്ട്. ചോദ്യങ്ങൾ ലളിതമായ കാര്യങ്ങളാണ്. ഒരു ശ്രദ്ധ കുറച്ചുകൂടെ വേണം എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ. ധ്യാനത്തിന് ഒരു പ്രത്യേക മതമോ പാരമ്പര്യമോ ആവശ്യമാണോ എന്നുള്ളത് ഇല്ല. നിങ്ങൾ ഏത് മതസ്ഥനാണോ, നിങ്ങൾ ഏത് ജാതിക്കാരനാണ്, ഇത്യാദി കാര്യങ്ങളൊന്നും ഒരു വിഷയമേ അല്ല. ഒപ്പം ചോദിച്ചിട്ടുണ്ട്, കുട്ടികളെ ധ്യാനം പഠിപ്പിക്കേണ്ടത് ഏത് പ്രായത്തിലാണ് എന്നുള്ളത്. എത്ര സമയം ധ്യാനിക്കണം? 5 മിനിറ്റ് മതിയോ അതോ അതിൽ കൂടുതൽ വേണോ? ധ്യാനിക്കാൻ ഏതെങ്കിലും പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണോ? ധ്യാനിക്കുന്നതിനായിട്ട് ഒരു ക്ഷേത്രമോ ആശ്രമമോ അതോ വീട്ടിൽ തന്നെ മതിയോ? ധ്യാനത്തിൻ്റെ ശരിയായ ശ്വാസോച്ഛ്വാസം എങ്ങനെ പാലിക്കാം? ഇത്രയും സംശയങ്ങളാണ്. എല്ലാ സംശയവും ന്യായമായ സംശയങ്ങൾ. ധ്യാനത്തിന് നിങ്ങളൊരു പ്രത്യേക സമ്പ്രദായത്തെയോ മതത്തെയോ ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ ഒരാവശ്യമില്ല. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭഗവത്ഗീതയിൽ എന്താണോ ധ്യാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ ഉപനിഷത്തിലും വേദാന്ത ശാസ്ത്രത്തിലും അതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ സമ്പ്രദായങ്ങൾ ഉണ്ടായേക്കാം. അതിലേത് സമ്പ്രദായമാണ് നിങ്ങൾക്ക് സ്വീകാര്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ സമ്പ്രദായം നിങ്ങൾക്ക് സ്വീകരിക്കാം. നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത് അദ്വൈത വേദാന്ത ചിന്താ പദ്ധതിയുടെ ഭാഗമായിക്കൊണ്ട് നമ്മൾ ആ ഒരു പാരമ്പര്യത്തിലൂടെ പഠിച്ചു വന്നിട്ടുള്ള ആളാണ്. ചിന്മയ മിഷനിലാണ്. ചിന്മയ മിഷൻ അദ്വൈത വേദാന്തത്തെ പ്രചരിപ്പിക്കുന്ന സനാതന ധർമ്മത്തിലെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു സ്പിരിച്വൽ ഓർഗനൈസേഷനാണ്. രാമകൃഷ്ണ മിഷൻ അങ്ങനെയാണ്. ശ്രീനാരായണ ഗുരുദേവൻ്റെ അതിനെ അനുവർത്തിച്ചു പോരുന്ന ശിവഗിരി മഠമാണെങ്കിലും വർക്കല നടരാജഗുരുവും നിത്യേതന്യതിയുടെയും ആ പാരമ്പര്യം ഉൾക്കൊണ്ടിട്ടുള്ള ഗുരുകുലമാണെങ്കിലും അങ്ങനെ ഉള്ള പല ആശ്രമങ്ങളുമുണ്ട്. ഇതൊക്കെ അദ്വൈത വേദാന്ത ചിന്താ പദ്ധതിക്കനുസരിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെ അതിൻ്റെ ഒരു പാരമ്പര്യത്തെയാണ് നമ്മൾ നിങ്ങളോട് പറയുന്നത്. ഗീതയിൽ നിന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിന് നിങ്ങളിപ്പോൾ ഏത് മതസ്ഥനാണ് എന്നുള്ളത് ഇന്നവർക്കേ ഇത് സാധിക്കൂ, അല്ലെങ്കിൽ അവരെ ഇത് പരിശീലിക്കേണ്ടതുള്ളൂ എന്നുള്ള ഒരു നിബന്ധനയില്ല. ആരും അങ്ങനെ ഒരു നിബന്ധന പറയുന്നില്ല, ഇതിലും പറയുന്നില്ല. അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ അങ്ങനെ പറയുന്നില്ല. യഹ സഹ തേ തൗ ഇതൊക്കെയുള്ളൂ. അവൻ, അവർ, യാതൊരുത്തൻ, അങ്ങനെയുള്ളൂ. കുട്ടികളുടെ കാര്യത്തിൽ കുട്ടികളെ ധ്യാന പരിശീലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പിന്നെ കുട്ടികളെ ഇത് പരിശീലിപ്പിക്കാൻ നല്ലതാണ്. അതെന്താണ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്? ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒരു ഈ യൂട്യൂബിലൊക്കെ കിട്ടും ഈ പറഞ്ഞ കാടിൽ മഴ, ചെറിയ അരുവികൾ ഒഴുകുന്നത്, കിളികളുടെ ശബ്ദം, ഒരു ഡീപ്പ് ഫോറസ്റ്റിൻ്റെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. അതിൻ്റെ ഈ മെഡിറ്റേഷനൊക്കെ ഉള്ള മ്യൂസിക് പോലെയാണ്. മ്യൂസിക് വളരെ ചെറുതായിട്ട് ലൈറ്റായിട്ട് ചിലതൊക്കെ ഉപയോഗിക്കുന്ന നല്ല ഇന്ത്യ ടുഡേ ഒക്കെ ചെയ്തിട്ടുണ്ട്. അല്ലാത്തതും എത്രയോ ഉണ്ട് കാണാം. പ്യുവർ എന്താ പറയുക, നമ്മുടെ നേച്ചറിന്, പ്രകൃതിയെ ഉള്ളതും നമുക്ക് കാണാം. ചെറിയ അരുവികളും അതും ഇതൊക്കെ. അപ്പോൾ കുട്ടികളോട് ഇത് നിങ്ങൾ പ്ലേ ചെയ്തിട്ട് അവരോട് കണ്ണടച്ച് ഇതിലെ എന്തൊക്കെ ശബ്ദങ്ങളാണ് നീ കേൾക്കുന്നത്, ജസ്റ്റ് ആ ശബ്ദങ്ങളെയൊക്കെ നന്നായിട്ടൊന്ന് അനലൈസ് ചെയ്യാൻ പറയുക. എന്തൊക്കെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്? നദി ഇങ്ങനെ ചെറുതായിട്ട് അരുവി ഒഴുകുന്നത്, ആ വെള്ളം ഇങ്ങനെ കുളുകുളു എന്ന് പറഞ്ഞ് വീഴുന്നത്, ഒപ്പം തന്നെ
ചെറിയ ചില ചീവീടുകളുടേത്, കിളികൾ ഇടയ്ക്കിടയ്ക്ക് കരയുന്നത്, ഇങ്ങനെ കാറ്റ് വരുമ്പം ഇലകൾ ഇതാവുന്നത്, മഴ ചെറുതായിട്ട് പെയ്യുന്നു, ഇങ്ങനെ എത്ര എത്ര ശബ്ദങ്ങൾ ഇവൻ നിരീക്ഷിക്കുന്നു. അതെല്ലാം മനസ്സിൽ നന്നായിട്ട് കേൾക്കാൻ പറയുക. ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ കഴിഞ്ഞാൽ നിങ്ങൾ അവനോട് അല്ലെങ്കിൽ അവളോട് നീ കേട്ട ശബ്ദം പറയണ്ട, നീ എഴുതിയിട്ട് അച്ഛനിതാ അല്ലെങ്കിൽ അമ്മയ്ക്കിതാ നോക്കട്ടെ എന്ന് പറയാം. 2 പേര്, കുട്ടികൾ 2 ആണെങ്കിൽ അല്ല നിങ്ങളെല്ലാവരും ആണെങ്കിലും ഒരുമിച്ചിരുന്ന് ഈ ഒരു പരിശീലനം, ഇതൊക്കെ ധ്യാനത്തിൻ്റെ പരിശീലനത്തിൽ പെടുന്നതാണ്. കുട്ടികളെയും കൂടെ ഉൾപ്പെടുത്തി നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താണ്, ഈ കുട്ടികൾ എഴുതും. നിങ്ങൾക്ക് അത്ഭുതം വരും. നിങ്ങൾ കാണാത്ത, നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാത്ത അതുവരെ അവൻ എഴുതും. എന്നിട്ട് അവൻ പറയും എനിക്കിതൊന്ന് കാണണം എന്ന് പറയും. അപ്പോൾ കാണുമ്പോൾ ചിലപ്പോൾ അവൻ എഴുതിയിട്ടുള്ളത് അതെ ആ ഉറുമ്പിൻ്റെ, ചിലപ്പോൾ ഒരു ഉറുമ്പ് ഇങ്ങനെ ഇലയുടെ മുകളിൽ കൂടെ പോകുമ്പോൾ അതിനൊരു ശബ്ദം ഉണ്ടാവും. അത്ര മൈന്യൂട്ടായിട്ടുള്ള ശബ്ദങ്ങളെ എടുത്തിട്ടുള്ള ചില എന്താ പറയുക വീഡിയോസ് ഉണ്ട്. ശുദ്ധമായ പ്രകൃതി. അതുപോലെ കടലിൻ്റെ തീരം, തിരമാല ഇങ്ങനെ അടിക്കുന്നതും അവിടെ ഉണ്ടാകുന്ന ചെറിയ എന്താ പറയുക ഇടയ്ക്കും തലയ്ക്കും പറന്നു പോകുന്ന ഈ വേഴാമ്പൽ പോലെ ഒരു സാധനമുണ്ട്, അതിൻ്റെ ശബ്ദങ്ങൾ. അപ്പോൾ ഇതെല്ലാം ഒരു ഭയങ്കര രസമാണത്. കടൽ തീരത്തെ നമ്മളിങ്ങനെ അപ്പോൾ എന്തൊക്കെ ശബ്ദങ്ങൾ നീ കേട്ടു. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൽ കുട്ടികളെ നിങ്ങൾക്ക് ഇതാക്കാം. അല്ലാതെ വെറുതെ ഇരുന്നിട്ട് എന്താ ഇവൻ ചെയ്യുന്നതെന്ന് ഒരു ധാരണ വേണേ. വെറുതെ കണ്ണടച്ചിരുന്നോളാം. പിന്നെ എന്താണെന്നറിയോ, അതൊക്കെ ഒരുമാതിരി ആലസ്യം അതും ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പല കാപട്യങ്ങൾക്കും കാരണമായിട്ട് നമ്മൾ തന്നെ വളം വെച്ച് കൊടുക്കുന്ന ഒന്നായിത്തീരും. അങ്ങനെ ആവരുത്. കുട്ടികളിലൊക്കെ ആകുമ്പോൾ വളരെ സൂക്ഷിച്ച് അതിനൊരു സമയമൊക്കെ നിശ്ചയിച്ച് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ എക്സസൈസൊക്കെ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. അതാണ് നല്ലത്. എത്ര സമയം, ശരിയായ ധ്യാനത്തെക്കുറിച്ച് അതിന് സമയവും കാര്യമൊന്നുമില്ല. പരിശീലനം നിങ്ങളുടെ സൗകര്യമാണ്. ഉറക്കം വരുന്നുണ്ടെങ്കിൽ അപ്പം എഴുന്നേക്കണം, ഉറങ്ങരുത്. ഒരു കോംപ്രമൈസും ഇല്ല. അപ്പോൾ എന്താണോ ആലസ്യം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എഴുന്നേൽക്കുക, നടക്കുക, പിന്നെ ആ പരിപാടി നിർത്തുക. പിന്നെ എപ്പോഴാണോ തോന്നുന്നത് അപ്പോൾ ചെയ്യാം. ഇത്രയേ ഉള്ളൂ. 5 മിനിറ്റ് മതിയോ അത് കൂടുതൽ വേണോ നിങ്ങളുടെ ഇഷ്ടം. ധ്യാനിക്കാനുള്ള മാർഗനിർദ്ദേശം അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശുചൗദേശേ പ്രതിഷ്ഠാപ്യ സ്ഥിരമാസനമാത്മനഃ നാത്യുച്ഛിതം നാദിനീചം ചൈലം അജിനം കുശോത്തരം ഇത്യാദി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതൊക്കെ ഒന്നുകൂടെ കേൾക്കൂ. ധ്യാനിക്കുന്നതിനായിട്ട് ഒരു മന്ദിരമോ ആശ്രമമോ ആവശ്യമുണ്ടോ? ക്ഷേത്ര പരിസരം ഒന്നുമില്ല. അവിടെയൊക്കെ ആവാം. സൈക്കിൾ പഠിക്കുന്നത് പോലെ ഓർക്കുക. എവിടെയാണോ ഗ്രൗണ്ടിൽ ഒഴിഞ്ഞ സ്ഥലത്ത് ആദ്യം പഠിച്ച് പിന്നെ നിങ്ങൾക്ക് സൈക്കിൾ എവിടെ വേണമെങ്കിലും ഓടിക്കാം. ശ്വാസോച്ഛ്വാസം, പ്രാണനെ സാവകാശം എടുക്കുന്നു, അതുപോലെ സാവകാശം പുറത്തുവിടുന്നു. പ്രാണനെ നിർത്തുന്നതാണെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. തുടർന്ന് ഇത്രയാണ് ഇതിന് ഒരു ഓടിച്ചിട്ടൊരു ഇത് പറഞ്ഞത്. ഇനിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചോദിക്കാം. ഓഫീസ് ഫോണിലേക്കായിട്ട് വാട്സാപ്പിലാണ് വരുന്നത്. 9446033331. അതിൽ വാട്സാപ്പായിട്ട് അയക്കാം. ഫോൺ ചെയ്താൽ കിട്ടൂല. അപ്പോൾ ശരി, നമുക്ക് ഏതുവരെയാണ് എടുത്തത്? യം ലബ്ധ്വാ ചാപരം ലാഭം, 22ാമത്തെ ശ്ലോകം 6ാം അധ്യായത്തിൽ. യം ലബ്ധ്വാ ചാപരം ലാഭം മന്യതേ നാധികം തഥാ യസ്മിൻ സ്ഥിതോ ന ദുഃഖേന ഗുരുണാഭി വിചാല്യതേ. യം ലബ്ധ്വാ, യാതൊന്ന് ലഭിച്ചാൽ. ഇത് എന്താ ഈ യാതൊന്ന് എന്ന് പറഞ്ഞാൽ? നമ്മളെ തന്നെ നമുക്ക് കിട്ടിയാൽ, തിരിച്ചു കിട്ടിയാൽ. നോക്കൂ, ഈ നഷ്ടപ്പെട്ട രാജ്യം തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇതാണെന്ന്. ഈ സ്വരാജ്യം നഷ്ടപ്പെടുന്നത് എങ്ങനെയാണ്? ഈ ചൂതുകളിയും അതൊന്നും ഇതൊന്നും ഒക്കെയാണ്. വിഷയങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് നമ്മുടെ രാജ്യം നഷ്ടപ്പെടുന്നത്. സ്വരാജ്യതുഷ്ട. നമുക്ക് തിരിച്ചെടുക്കണം. ശത്രുക്കളെ എല്ലാം തല്ലിക്കൊല്ലണം. ആരവന്മാർ? നമ്മുടെ മതമാത്സര്യാദികളൊക്കെയാണ്. മെഡിറ്റേഷനാണ് യുദ്ധം. പ്രണവോ ധനു ശരോഹി ആത്മ ബ്രഹ്മതല്ലക്ഷ്യമുച്യതേ. പ്രണവമാകുന്ന ധനുസിൽ നമ്മളെ തന്നെയാകുന്ന ശരം എടുത്തങ്ങോട്ട് വയ്ക്കുക, എന്നിട്ടോ ബ്രഹ്മത്തിലേക്ക് എയ്യുക. അതാണ്. അപ്പോൾ യം ലബ്ധ്വാ, യാതൊന്നു ലഭിച്ചാൽ ച അപരം,
എന്തെങ്കിലും മറ്റൊന്ന് വേണം, അപരം അധികം ലാഭം ന മന്യതേ. കാരണം എന്താ, ഞാനാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്. അത് എനിക്ക് നഷ്ടപ്പെട്ടതാണ്. നഷ്ടപ്പെട്ടതിന് ഞാൻ തിരിച്ച് എടുക്കുകയാണ്. അഷ്ടാവക്ര ഗീതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഷ്ടാവക്രൻ്റെ സന്തോഷത്തിൻ്റെ ഒരു പ്രകടനം കാണിക്കുന്നത് ഇതാണ്. എനിക്ക് എന്നെ തിരിച്ചു കിട്ടിയതാണ്. അപ്പോൾ ജനകൻ പറയുന്നുണ്ട്, ഓ ഞാൻ എന്നെ തന്നെ നമസ്കരിക്കുന്നു. നമോ മഹ്യം നമോ മഹ്യം നമോ മഹ്യം നമോ നമ. ഞാൻ എന്നെ തന്നെ നമസ്കരിക്കുന്നു, എന്നെ തന്നെ നമസ്കരിക്കുന്നു. ഏതെന്നെ? ഇതുവരെ അറിയാത്ത ആ എന്നെ. അപ്പം അത് കിട്ടിയാൽ, അതിനെ കിട്ടിയാൽ അപരം അധികം ലാഭം ന മന്യതേ. പിന്നെ അവിടുന്ന് എന്തെങ്കിലും ഡിസ്കൗണ്ട് കിട്ടുമോ, ഇവിടുന്ന് എന്തെങ്കിലും ഡിസ്കൗണ്ട് കിട്ടുമോ എന്നുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഏത് ഗുരുണാ അഭി, ഏത് കഠിനമായിട്ടുള്ള ദുഃഖമാണെങ്കിലും ദുഃഖേന അഭി, ദുഃഖത്താലും ന വിചാല്യതേച്ച, ഒരു ഇളക്കവും ഉണ്ടാകുന്നില്ല. അതാണ് സ്ഥായിയായ നമ്മുടെ ഭാവം, അതിൽ സ്ഥിതി ചെയ്യുന്നു. അങ്ങനെ സ്ഥിതി ചെയ്യണം എന്ന് പറയാം. തം വിദ്യാത് ദുഃഖ സംയോഗ വിയോഗം യോഗ സംജ്ഞിതം. അങ്ങനെ യോഗത്തിന് ഭഗവാൻ ഇവിടെ ഒരു നിർവചനവും നൽകി. എന്താണ്? ദുഃഖ സംയോഗ വിയോഗം തം യോഗ സംജ്ഞിതം ഇത് വിദ്യാത്. യോഗം എന്ന് പറഞ്ഞാൽ നീ എന്താണ് അറിയേണ്ടത് അർജുന? ഈ ദുഃഖബന്ധം വേർപെട്ടിട്ടുള്ളതാണ് യോഗം. ഒന്നിനെക്കുറിച്ച് ഒരു തരത്തിലുള്ള ദുഃഖമില്ല. തുടങ്ങിയ തന്നെ ദുഃഖിക്കാൻ അവകാശമില്ലാത്തതിൽ ദുഃഖിക്കുന്നു നീ, എന്നിട്ട് പണ്ഡിതന്മാരെ പോലെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ തുടങ്ങിയത്. 2-ാം അധ്യായത്തിലെ 11-ാമത്തെ ശ്ലോകം. അശോച്യാൻ അന്വശോചസ്ത്വം പ്രജ്ഞാവാദാൻ ച ഭാഷസേ ഗതാസൂൻ ച ന അനുശോചന്തി പണ്ഡിതാഹ. ആവശ്യമില്ലടോ ഒന്നിനെ വരെക്കുറിച്ചൊന്നും ദുഃഖിക്കാനില്ല, അവകാശമില്ലാത്തതിൽ നീ ദുഃഖിക്കുക, എന്നിട്ട് വലിയ ആളുകളെ പോലെ സംസാരിക്കുക. പണ്ഡിതന്മാരങ്ങനെ ചെയ്യാറില്ല. അതുകൊണ്ട് നീ പണ്ഡിതനാവാൻ ശ്രമിക്കൂ. പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ഭാഷാപാണ്ഡിത്യം നേടുന്നവനല്ല. ആത്മവിഷയാ ബുദ്ധി യേഷാം തേഹി പണ്ഡിതാഹ. തന്നെ അറിഞ്ഞവനാണ് പണ്ഡിതൻ, അല്ല മറ്റുള്ളവനെയൊക്കെ അറിഞ്ഞവനല്ല. അതുകൊണ്ട് അതിനെ യോഗം എന്നറിയണം. ഇത്രയാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. തുടർന്ന് 24-25 ശ്ലോകങ്ങൾ ഒരുമിച്ചാണത് അന്വയിപ്പിക്കേണ്ടത്. സങ്കൽപ്പ പ്രഭവാൻ കാമാൻ ത്യക്ത്വാ സർവാൻ അശേഷതഃ മനസൈവേന്ദ്രിയഗ്രാമം വിനിയമ്യ സമന്തതഃ ശനൈരുപരമേത് ബുദ്ധ്യാ ധൃതിഗൃഹീതയാ ആത്മസംസ്ഥം മനഃ കൃത്വാ ന കിഞ്ചിദപി ചിന്തയേത്. വളരെ വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ് ഈ 6-ാം അധ്യായത്തിൽ. ഇതാ ഭഗവാൻ പറയുന്നത്, സങ്കൽപ്പ പ്രഭവാൻ കാമാൻ സർവാൻ അശേഷതഃ ത്യക്ത്വാ. സങ്കൽപ്പ പ്രഭവാൻ കാമാൻ. എല്ലാ കാമനകളും ഈ സങ്കല്പത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതാണ് 2-ാം അധ്യായത്തിൽ പറഞ്ഞത്. ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷൂപജായതേ സംഗാത് സംജായതേ കാമഃ കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാത് സ്മൃതിവിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശാത് പ്രണശ്യതി. ഈ ശ്ലോകം ബേസാണ്. നമ്മുടെ ധ്യാനത്തിൻ്റെത് മാത്രമല്ല, എല്ലാറ്റിൻ്റെയും ബേസാണ്. അതുകൊണ്ട് ഇത് വിട്ടുപോകരുത്. അതിൽ നിന്നാണ് ഇതിനെങ്ങനെ ശരിയാക്കി എടുക്കേണ്ടത്. പ്രധാനമായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അതെന്താണ്? ചിലപ്പം ഗോതമ്പ് പൊടിയായിരിക്കാം, മൈദപ്പൊടിയായിരിക്കാം, അരിയായിരിക്കാം. അതിലേക്കാണ് ബാക്കിയൊക്കെ ആഡ് ചെയ്യുന്നത്. അതുപോലെ ഇത് മെയിൻ സാധനമാണ് ഈ ധ്യായതോ വിഷയാൻ പുംസഃ. അപ്പം സങ്കല്പ പ്രഭവാൻ കാമാൻ, അതിനെന്ത് വേണം? അശേഷതഃ ത്യക്ത്വാ. അപ്പം അതെവിടുന്നാണ് എന്ന് ചോദിച്ചാൽ രജോ ഗുണത്തിൽ നിന്നാണ് ഈ പറഞ്ഞ എല്ലാ ഇടാഗുണങ്ങളും ആവിർഭൂതമാകുന്നത്.
അപ്പോൾ ഇതിനെയൊക്കെ മുളയിൽ നിന്നുള്ളണം, ഈ സങ്കല്പങ്ങളിൽ നിന്നുണ്ടാകുന്ന കാമങ്ങളെ. മുന്നിലേക്ക് വരുമ്പം കുറേയും കൂടെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയും. എന്തായാലും ഇവിടുന്ന് ഗീത ഈ പറഞ്ഞു പോകുന്നതിൻ്റെ ഒരു തുടർച്ചയിലാണ് ഇത് പറഞ്ഞു പോകുന്നത്. വിട്ടുപോകരുത്. ഓരോ ശ്ലോകങ്ങളും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ചിലതൊക്കെ ഇങ്ങനെ ഉറപ്പിക്കുന്ന, കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിക്കുന്നത് പോലെയാണ്. അപ്പോൾ അതിൽ വെക്കുന്ന കമ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ശരിയല്ലെങ്കിൽ നമുക്ക് മുകളിലേക്ക് ബിൽഡിങ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആ ഫൗണ്ടേഷൻ ശ്ലോകങ്ങളൊന്നും വിട്ടുപോകരുത്. 2-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളത്, 3-ാം അധ്യായത്തിലുള്ളത്, 4-ാം അധ്യായത്തിലും ഇതിലൊക്കെ ചില പ്രധാനപ്പെട്ട ശ്ലോകങ്ങളുണ്ട്. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് അതുകൊണ്ടാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് എന്തിനാ സ്വാമി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ ശ്ലോകം? ഇതാണെന്നേ, ഇത് അതിൻ്റെ മെയിൻ സാധനമാണ്. പണ്ട് കുട്ടിക്കാലത്ത് നമ്മൾ ഈ വീട്ടിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ മരിക്കുന്നത് വരെ തമാശയായിട്ട് പറയാറുണ്ട്. അത് നമ്മുടെ അന്നത്തെ മണ്ടത്തരം. എന്തോ ഒന്ന് ഉണ്ടാക്കിയില്ലേന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു അരിയില്ല എന്ന്. എന്നാൽ പിന്നെ അരിയില്ലെങ്കിൽ പുട്ട് ചുട്ടൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ പുട്ടുണ്ടാക്കുന്നത് അരിയിൽ നിന്നാണെന്ന് അറിയാത്തൊരു ഒരു പൊട്ട ഇത് ബുദ്ധിയൊക്കെ ഉണ്ട്. അത് പറഞ്ഞ് എപ്പോഴും അമ്മ പറയാറുണ്ട്. അമ്മ മാത്രമല്ല, മറ്റുള്ളവരൊക്കെ നമ്മളെ പരിഹസിക്കാൻ വേണ്ടി പറയും. നമ്മളങ്ങനെ ചോദിച്ചതാണ്. അപ്പം ഇതിൻ്റെ പരമപ്രധാനമായിട്ടുള്ളതാണ്. അപ്പം സങ്കല്പ പ്രഭവാൻ കാമാൻ, സങ്കല്പത്തിൽ നിന്നുണ്ടാകുന്ന ഇതാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾക്ക് സങ്കല്പങ്ങളില്ലെങ്കിലും നമ്മുടെ ഉള്ളിലേക്ക് ഈ സങ്കല്പങ്ങൾ ഇട്ട് തരുന്നതാണ് എല്ലാ പരസ്യവാചകങ്ങളും. നമുക്ക് വേണമെന്നൊന്നും നമ്മുടെ മനസ്സിലില്ല. അതാണല്ലോ നമുക്ക് ഈ AI ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടികൾ എന്താണ്? നിങ്ങൾ വെറുതെ ഒന്ന് ഗൂഗിളിൽ എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ, എന്തെങ്കിലും ഒരു കാര്യം. പിന്നെ അതുമായിട്ട് അനുബന്ധമായ സാധനങ്ങൾ നിങ്ങളുടെ ഫോണിലേക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും. അതിൻ്റെ ഓഫറുകൾ വരും, അതിനെക്കുറിച്ച് വരും. നിങ്ങൾ വെറുതെ ഏതെങ്കിലും ഒരു ഹോട്ടലിനെ കുറിച്ച് സെർച്ച് ചെയ്യുക, ഒരു ഫ്ലൈറ്റ് ടിക്കറ്റിനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് നോക്കി നോക്കൂ. പിന്നെ കാണാം ഇതിങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മൾ ചിലർ പറയും ഇത് അത്ഭുതമാണല്ലോ, ഇത് ഇവന്മാരെങ്ങനെയാണ് അറിയുന്നത്? നമ്മൾ പറയുന്നത് വരെ ഇതിനെ എടുക്കാൻ സാധിക്കും എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. നമുക്കറിയില്ല ഇത് എവിടേക്കായി പോണത് എന്നുള്ളത്. അപ്പം നമ്മൾ എല്ലാവരും 4 പേര് ഫോണൊക്കെ കയ്യിലുണ്ട്. അപ്പോൾ ഈ സംസാരിക്കുന്ന സംസാരത്തിലെ പലതും ഇതിന് ക്യാച്ച് ചെയ്യാം എന്നാണ്. ഇപ്പോൾ ഗൂഗിൾ മാപ്പൊക്കെ നമ്മൾ ഓണാക്കിയിട്ടിട്ട് ഇങ്ങനെ വെറുതെ ഇത് കൊടുക്കണ്ടല്ലോ. ഓരോ സ്ഥലത്ത് ഇത് എല്ലായിടത്തും ലൊക്കേഷൻ നമ്മളെ ആക്സസ് ചെയ്യാനുള്ള പലതും നമ്മളിത് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് യെസ് അടിച്ചിങ്ങനെ വിടുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നമ്മളിതൊന്നും മൊത്തം കുത്തിയിരുന്ന് വായിക്കാതെ വേഗം ഇത് എഗ്രി ചെയ്ത് വിടും. ഇതൊക്കെ ആയിരിക്കാം പലതും. അപ്പോൾ നമ്മൾ ഇന്ന കടയിൽ പോയിന്ന് ഇവൻ ആ കടയെക്കുറിച്ച് ചോദിക്കും, ഇങ്ങനെ ഉണ്ട് ഇതായത്. അപ്പോൾ ഇവൻ നമ്മുടെ ഈ സങ്കല്പത്തിൽ നിന്ന് ഉണ്ടാകുന്ന അപ്പം നമുക്കിതൊന്നും ആവശ്യമില്ലെങ്കിലും നമ്മുടെ ഉള്ളിലേക്ക് ഇട്ട് തരിക. ഒന്ന് ശ്രമിക്കും. അതായത് വിൻഡോ ഷോപ്പിംഗ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ഈ ലുലു മാളിലൊക്കെ ഇത്രയും തിരക്കെന്താ? ഈ വരുന്നവർ മുഴുവൻ സാധനങ്ങൾ മേടിക്കുന്നവരാ? അല്ലല്ല, നിങ്ങൾ നോക്കിക്കോളൂ. വെറുതെ കൈയും വീശി ഇറങ്ങി വരുന്നവരുണ്ട്. ഒരു നാരങ്ങ വെള്ളം പോലും, നാരങ്ങ വെള്ളം അവിടെ കിട്ടുന്നുണ്ടോയെന്ന് അറിയില്ല, കുടിക്കാതെ ഇറങ്ങുന്നവരുണ്ട്. എന്താണ്? എല്ലാറ്റിൻ്റെയും വില ചോദിക്കും. നാട്ടിൽ നമ്മുടെ ആൾക്കാരുണ്ടല്ലോ, ഒരു 3 സെൻറ്റ് സ്ഥലം മേടിച്ച്, ആദ്യം സ്ഥലം മേടിക്കുക, എന്നിട്ട് ചെറിയൊരു തറയൊക്കെ പിന്നെ വെക്കുക. ആദ്യം നമുക്ക് സ്ഥലം ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രജിസ്റ്റർ ആക്കുക, പിന്നെ തറയൊക്കെ ഇട്ടൊന്ന് പതുക്കെ ഒന്ന് ലോണൊക്കെ എടുത്തൊന്ന് നമ്മുടെ ആ ഒരു ബഡ്ജറ്റിനൊക്കെ അനുസരിച്ച് വേണം ഇത് ചെയ്യാൻ. അങ്ങനെ ഈ ഒരു 3 സെൻറ്റിൻ്റെ കാര്യം നമ്മൾ ആരോടെങ്കിലുമൊക്കെ പറയുമ്പോൾ ഈ ബ്രോക്കർമാർ കൊണ്ടുവന്നിട്ട്
300 ഏക്കറിൻ്റെ വരെ ഓഫർ നമുക്ക് തരും. നമ്മളോട് പറയും ഒരു 3 ഏക്കർ സ്ഥലമുണ്ട്, വെറും 1 സെൻറ്റിൻ്റെ കാശേ ഉള്ളൂ, കൊടുത്താൽ മതി. അപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് വെറുതെ ഈ മുറിച്ച് വിൽക്കേണ്ട റബ്ബറും ഉണ്ട്, ടാപ്പിങ്ങൊക്കെ കഴിഞ്ഞതാണ്, കുറേ വർഷങ്ങളായതാണ്, അത് വിറ്റ ഈ സ്ഥലത്തിൻ്റെ കാശ് കിട്ടും. എന്നാൽ പിന്നെ അതങ്ങോട്ട് വിറ്റ് അവർക്ക് എടുത്തൂടെ എന്ന് ചോദിക്കാനുള്ള ഇത് നമുക്ക് ഉണ്ടാവില്ല. കാരണം ആ രീതിയിലൊക്കെയാണ് പറയുക. എന്നിട്ട് ഈ 3 സെൻറ്റ് സ്ഥലം മേടിക്കുന്ന കാശ് ഇവൻ്റെ കൂടെ ഇങ്ങനെ ഈ പെട്രോൾ അടിച്ച് ഇയാൾ പോകുന്നിടത്തേക്കൊക്കെ പോകേണ്ടി വരും. പിന്നെ ചില സ്ഥലങ്ങൾ പോയിട്ട് കാണുന്നതിനിപ്പോൾ എന്താ, നമ്മൾ മേടിക്കൊന്നും വേണ്ടല്ലോ, കാണുന്നതിന് കാശൊന്നും കൊടുക്കണ്ടല്ലോ, പോവുക, ചോദിക്കാമല്ലോ, ചോദിക്കുന്നതിനിപ്പോൾ എന്താ. അപ്പം നമ്മുടെ ബഡ്ജറ്റ് എത്രയാണോ അതിൻ്റെ 10 മടങ്ങിലുള്ളതിലേക്കും നമ്മളെ ചിന്തിപ്പിച്ച് ലോൺ എടുക്കാം, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ എല്ലാ ഏടാകൂടങ്ങളെയും ചേർത്തിട്ടാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്, സങ്കല്പ പ്രഭവാൻ കാമാൻ സർവാൻ അശേഷത ത്യക്തുവ. കാരണം ധ്യാനം എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നത് ഇപ്പം ഇതാണ്. എനിക്ക് ഈ ധ്യാനമൊന്നും ഇവിടെ ഇരിക്കാനൊന്നും ഒരു മര്യാദയ്ക്കൊരു ഒരു ഒരു പറ്റുന്നില്ല. ഒരു നല്ലൊരു സ്ഥലം, ഒരു വീട്, പുഴയുടെ ഓരത്തൊക്കെ ഒരു വീട്, അങ്ങനെ ഇരിക്കുന്നത് ഞാനിങ്ങനെ നോക്കുമ്പോൾ ആ ഉയർന്ന സ്ഥലം, ഒരു നല്ല ധ്യാന മണ്ഡപം കെട്ടുക, എന്നിട്ടിങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ എന്താ പറയുക, കിളികളൊക്കെ ഇങ്ങനെ പറക്കണം. അങ്ങനെ ഒരു സ്ഥലം വേണം, ഒരു വീട് വേണം, ഒരു ആശ്രമം പോലെ ഉണ്ടാക്കണം വീട് എന്നൊക്കെ ഉള്ളതാണ് ധ്യാനിക്കുന്നതെങ്കിൽ വേണ്ടാന്ന് പറയാം. എന്തായാലും ഇതെല്ലാം സങ്കല്പ പ്രഭവാൻ കാമാൻ. ഇവന്മാർ മുഴുവൻ ഇതിനെ എല്ലാറ്റിനെയും അശേഷത, ശേഷിക്കാതെ കുറ്റിയുടെ വേര് വരെ അതിനെ പൊരിച്ചെടുക്കണം. ചിലതൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും മുളച്ച് വരുവേ, വേര് കരിച്ച് കളയണം. എന്നിട്ടോ തെക്തുവ, ഉപേക്ഷിച്ചിട്ട് മനസ്സായേവ, ഏതാണോ ഉദ്ധരേത് ആത്മനാ ആത്മാനം എന്ന് പറഞ്ഞത്, ആ മനസ്സുകൊണ്ട്, വിവേകമാർന്ന മനസ്സുകൊണ്ട്, ഉദ്ധരിക്കാൻ പാകതയാർന്ന മനസ്സുകൊണ്ട് ഇന്ദ്രിയഗ്രാമം സമന്തത. ഇന്ദ്രിയഗ്രാമം, ഇന്ദ്രിയ കൂട്ടങ്ങളെ എന്ന് പറഞ്ഞാൽ കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, ഇവന്മാരെ ഇന്ദ്രിയഗ്രാമം സമന്തത. സമന്തത അതിൻ്റെ ചുറ്റുപാടിൽ നിന്ന്, വളരെ പ്രധാനപ്പെട്ടതാണ്. കണ്ണടച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, ദൃശ്യപ്രപഞ്ചം മാറി, അതേ മാറിയിട്ടുള്ളൂ. കാത് വളരെ ആക്റ്റീവായിരിക്കും. അപ്പോൾ കാതിനെ എങ്ങനെ അടയ്ക്കും? കാതിനെ അടയ്ക്കാനുള്ള പണി നേരത്തെ പറഞ്ഞുവല്ലോ, ഓരോരോ ശബ്ദവീചികളുണ്ട്, അതാണ് നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇത് തരുന്നത്. ഇപ്പം നിങ്ങൾ ഒരു സ്ഥലത്തിരുന്ന് ധ്യാനിക്കുന്നു, കണ്ണടച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ റൂമിൻ്റെ ഏത് ഭാഗത്ത് നിന്നാ, ഒരു ടേബിളിൻ്റെ മുകളിൽ നിന്ന് എവിടെയെങ്കിലും ആയിരിക്കാം, ഒരു ഗ്ലാസ് എന്തോ താഴെ വീണ് പൊട്ടുന്നു. നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം, നിങ്ങൾ തന്നെ വെള്ളം കുടിച്ച് ആ കോർണറിൽ വെച്ചതായിരുന്നു, അതാണ് മോൻ അതിലെ അങ്ങോട്ട് അവൻ്റെ എന്തോ ശബ്ദവും കേട്ടിരുന്നു, അയ്യോ എന്ന് പറഞ്ഞിട്ട് താഴെ. അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം ഇത് എവിടെ നിന്നാണ് വീണത്, പൊട്ടിയത്, എന്താ ഏതാന്ന്. അവിടെ പോയി നോക്കണമെന്നൊന്നുമില്ല. കാരണം എന്താ, ഈ ശബ്ദം നിങ്ങളുടെ ഉള്ളിലേക്ക് എന്ത് ആക്ടിവിറ്റിയാണ് അവിടെ നടന്നത് എന്നുള്ളതിന് കൃത്യമായൊരു ചിത്രം തരും. പിന്നെ നിങ്ങൾക്ക് ചിന്തയാണ്, കാരണം ഈ ചില്ല് അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ. ഇനിയിപ്പോൾ അപ്പോൾ നിങ്ങളെന്താ വേണ്ടത്? നിങ്ങൾക്ക് അങ്ങനെ വല്ല ഇതും തോന്നിട്ട് നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റ് വേഗം പോയിട്ട്, ആ മോനെ നോക്ക്, അവിടെ നിൽക്ക്, അച്ഛൻ ഇതൊക്കെ ഒന്ന് അടിച്ചു വാരി ഇതാക്കി തരാം, അല്ലെങ്കിൽ അമ്മയെ വിളിച്ചിട്ട് അതൊന്ന് നോക്ക്, കാലിൽ കുത്തി കയറണ്ട. അതല്ല അതോടുകൂടി മൂപ്പരിങ്ങനെ എന്താ പറയുക, ഭസ്മാസുരനായാലോ, അത് വേണ്ടെന്ന് പറയാം. അല്ലെങ്കിൽ അപ്പം ഇങ്ങനെ കടിച്ച് പിടിച്ച് നിൽക്കുക, ഞാൻ ഇവിടുന്ന് കൊണ്ട് എഴുന്നേക്കട്ടെ. ആ കഴുതയോട് പലപ്പോഴും ഞാൻ പറയാറുണ്ട്, നോക്കി നടക്കണം. ഇങ്ങോരാണ് ഇത് അവിടെ കൊണ്ടുവച്ചത്, വീഴാൻ പാകത്തിന് വെച്ചത് താനാണ്, തനിക്ക് പറ്റിയ അബദ്ധമാണെന്ന് പറയാതെ പല്ല് മുഴുവൻ കടിച്ചിങ്ങനെ പിരികേറ്റിക്കൊണ്ടിരിക്കുകയാണ്.
കാരണം ധ്യാനിക്കാനിരിക്കുകയല്ലേ, അപ്പോൾ ഒന്നും പ്രതികരിക്കാൻ പാടില്ലല്ലോ. ഇങ്ങനെ ഒന്നും പ്രതികരിക്കരുതെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അപ്പം ഈ മനസ്സുകൊണ്ട് ഇങ്ങനെ ഓരോന്നിനെ പിടിക്കുന്നത് എങ്ങനെയാണ്? അത് നിങ്ങൾ ധ്യാനിക്കാനിരിക്കുമ്പോൾ ഇത്തരം ഓരോ അവസരങ്ങൾ നിങ്ങൾക്ക് തരും, ഉറപ്പാണ്, 100%. നോക്കിക്കോളൂ നിങ്ങൾ എങ്ങനെ ഇതിനോട് പ്രതികരിക്കണമെന്ന്. അപ്പോൾ അറിയാൻ പറ്റും ഞാൻ എങ്ങനെ ഇതിനോട് പ്രതികരിക്കുന്നു എന്നുള്ളത്. ശ്രമിക്കൂ. അപ്പം കാത് ലോകത്തെ ശക്തമാക്കി കൊണ്ടുവരും. ഓരോരോ ശബ്ദങ്ങളെയും നിരീക്ഷിക്കുക. ശബ്ദമില്ലായ്മ ഇതിൻ്റെ ഇടയിലുണ്ട്, അതിനെയും നിരീക്ഷിക്കണം. ആ ഇടവേളകളെ കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ശബ്ദങ്ങളൊന്നും കേൾക്കാതെയാവും. ശബ്ദമുണ്ട്, ശബ്ദമില്ലാതെ ആവുന്നില്ല, പക്ഷേ ശബ്ദത്തിലൂടെ ഒരു ലോകം നിങ്ങളുടെ മുന്നിലേക്ക് വരില്ല. ഉദാഹരണം പറഞ്ഞാൽ ഇതൊക്കെ നടക്കുന്നതാണോ സ്വാമി എന്ന് ചോദിച്ചാൽ, ഇത് നിങ്ങളുടെ നിത്യജീവിതത്തിൽ ദിവസം ഉള്ളതാണെന്നേ. നിങ്ങൾ വീട്ടിൻ്റെ ഉമ്മറത്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ എവിടെയെന്ന് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു. അപ്പം നിങ്ങളുടെ മുന്നിൽ ഒരു ബസ് വന്ന് നിന്നു. അതിലാണ് നിങ്ങളുടെ ഓഫീസിലുള്ള ആൾ കൈ കാണിച്ചിട്ട് കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ നോട്ടൊക്കെ ബസ്സിൻ്റെ ഉള്ളിലേക്കൊക്കെ തന്നെയാണ്. ബസ്സിൻ്റെ ഉള്ളിലേക്കാണ് നോക്കുന്നത്, കണ്ണൊക്കെ തുറന്നിട്ടായിരിക്കുന്നത്. അയാളാണെങ്കിൽ ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് നമ്മുടെ തൊട്ടടുത്തുള്ള ആൾ അയാളെയാണോ എന്നുള്ളതല്ല, എന്നിട്ട് ഇയാളെ നോക്കുക, ഇയാളാണെങ്കിൽ ഒന്നും ഇതാക്കുന്നില്ല. ചിലപ്പോൾ മറ്റേ ആൾ ഇങ്ങനെ ഇയാളെ വിളിക്കുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്താൽ ഇയാൾ വിളിക്കും, നിങ്ങളേതാ വിളിക്കുന്നത്, കയറുന്നില്ലേ, ഇല്ല ഞാൻ അടുത്തതിൽ വരാം എന്ന് പറഞ്ഞു. കാരണം എന്താണ്, ആ സമയത്ത് കണ്ണ് തുറന്ന് നിൽക്കുന്നുണ്ടെങ്കിലും മനസ്സ് വേറെ എവിടെയോ ആണ്. അപ്പം മനസ്സ് വേറെ എവിടെയോ ആയിരിക്കുമ്പോൾ കാഴ്ച നടക്കില്ല, കേൾവി നടക്കില്ല. ഇതേപോലെ തന്നെയാണ് ഈ സൈലൻറ്റ് മോഡിൽ ഇടുന്ന പരിപാടി നമ്മൾ ചെയ്യാറുണ്ട്. കാരണം എന്താ, മനസ്സ് ഇതിൽ നിന്നൊക്കെ ഡിസ്കണക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇവന് ഈ പറഞ്ഞ ആക്ടിവിറ്റികളിലൊന്നും കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നേ ഉള്ളൂ, മുന്നിൽ കൂടെയൊക്കെ നടക്കും, പക്ഷേ നമ്മളത് രജിസ്റ്റർ ചെയ്യില്ല. നമുക്ക് അനുഭവമല്ലേ, നമ്മുടെ മുന്നിൽ ഒരാൾ വന്ന് നിന്നാൽ പോലും കാണില്ല, നമ്മുടെ മനസ്സ് അതിൽ കണക്റ്റഡ് അല്ല എങ്കിൽ. അപ്പോൾ ഇതുപോലെ ശബ്ദവീചികളെ നിരീക്ഷിച്ച് അതിൻ്റെ ഇടയിലെ ശബ്ദമില്ലായ്മയൊക്കെ നിരീക്ഷിക്കുന്ന സമയത്ത് പിന്നെ ആ നിരീക്ഷണം കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ കണ്ണ് കട്ടായതുപോലെ ഇവനും അങ്ങോട്ട് കട്ടാവും. പിന്നെ അങ്ങനെ വലിയ ശബ്ദങ്ങളൊക്കെ വേണ്ടി വരും, പിന്നെ വീണ്ടും ഇത് വരാൻ. അപ്പോഴേക്കും ഉണ്ടല്ലോ ഈ നാസിക ആക്റ്റീവാവും. മൂക്ക് നിങ്ങൾക്ക് ഈ ലോകത്തിൻ്റെ അനുഭവത്തിനെ മൂക്കിലൂടെ അനുഭവിക്കാൻ പാകത്തിന് വരും. അതാ പറഞ്ഞത്, ദൂരെയുള്ള വീട്ടിൽ നിന്ന് പപ്പടം കാച്ചുന്ന ആയാലും നമ്മുടെ വീട്ടിലെ ബാത്റൂമിൽ ഇരിക്കുന്ന സോപ്പിൻ്റെ മണവും എന്തൊക്കെയുണ്ടോ അതെല്ലാം നമ്മുടെ ഇതിലേക്ക് വരും സൂക്ഷ്മമായിട്ട്. നമ്മുടെ സെൻസസ് വളരെ സെൻസിറ്റീവ് ആവും. അതിനെ വേർതിരിച്ചറിയണം. പിന്നെ സ്പർശമാണ്. ആ സ്പർശം ഈ പറഞ്ഞ ത്വക്കിൻ്റെതാണ്. അത് ഭയങ്കര അപകടകാരിയാണ്. അതാണ് ഈ ഋഷിമാരെയൊക്കെ തപസ് ചെയ്യുന്ന സമയത്ത് അതിനെ ഇളക്കാൻ വേണ്ടിയിട്ട് ഇവർ വന്ന് ഡാൻസ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ്. ഈ നമുക്ക് അങ്ങനെ അത്തരത്തിലുള്ള സെക്ഷുവലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്നൊക്കെ മനസ്സിലേക്ക് കടന്നു വരും. പെട്ടെന്നാണ്, നമ്മൾ പോലും ഒരിക്കലും ചിന്തിക്കാത്ത വിധത്തിൽ വളരെ എന്താ പറയുക ശക്തമായ തള്ളിച്ചയോടുകൂടി വരുന്നത്. അതാ നമ്മുടെ സ്കിൻ ആക്റ്റീവ് ആവുന്നതാണ്. അതിനെയെല്ലാം എന്താണ് കൂടെ പോകാതെ ഇതിനെയെല്ലാം തിരിച്ചറിയണം. പ്രതിബോധ വിദിതം മതം എന്ന് പറയുന്നത് അതിനെയാണ് ഇവിടെ പറയുന്നത്. എന്താണ്, ഇന്ദ്രിയഗ്രാമം സമന്തത. ഒന്നിൻ്റെയും കൂടെ പോവരുത്. നിരീക്ഷകനായിട്ട് എന്ത് വേണം, ധൃതിഗൃഹീതയാ ബുദ്ധിയ മന ആത്മസംസ്ഥം. ധൃതിഗൃഹീതയാ ബുദ്ധി കൊണ്ട് ആ മനസ്സിനെ അടക്കണം. ആത്മസംസ്ഥം കൃത്വ ആത്മാവിൽ ഉറപ്പിക്കണം. അവിടേക്ക് അലയാൻ വിടരുത്, കൂടെ പോവരുത് അതിൻ്റെ. അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്തൊക്കെയാണ് കടന്നു വരുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നമുക്കിങ്ങനെ നോക്കിയിട്ട്
നിങ്ങളുടെ മനസ്സിൻ്റെ എന്തൊക്കെ ചിന്തകളെ പിടിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെയൊക്കെ പറയുന്നവരൊക്കെ ഉണ്ടാവുകയായിരിക്കാം, നമുക്കറിയില്ല ആ വിദ്യയൊന്നും. ഞങ്ങളങ്ങനെ ഇരുന്നാൽ മതി. നമുക്കിപ്പോൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് ദാഹമുണ്ടോ വിശപ്പുണ്ടോ, ഒരാൾ ആരെയോ അന്വേഷിക്കുകയാണോ, അങ്ങനെ എന്തൊക്കെയോ ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ, അതൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഒരാളെ. നിങ്ങളും ചോദിക്കില്ലേ എന്താ എന്താ ആരെ അന്വേഷിക്കുന്നത് എന്താണ് എന്ന്? ഒരാളുടെ മുഖം കണ്ടാൽ നമുക്ക് മനസ്സിലാവും അയാൾ എന്തോ അന്വേഷിക്കുന്നു, അയാൾക്ക് എന്തോ വേണം, എന്തോ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിലപ്പുറത്തേക്കൊക്കെ ഇവൻ്റെ മനസ്സിൽ നിന്ന് എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ളത് വായിച്ചെടുക്കാൻ പറ്റുമായിരിക്കാം, അറിയില്ല നമുക്ക്. എന്തായാലും ഈ ധ്യാനത്തിന്, ആ ധ്യാനഭൂമികയിലേക്ക് പ്രവേശിക്കുന്ന ഒരുവൻ്റെ ഉള്ളിലുണ്ടാകുന്നത് ഭയപ്പാടുണ്ടാവാം. അതിനെ ഇവിടെ പറയുന്നു, അതൊന്നും ആത്മസംസ്ഥം കൃത്വ ശനൈ ശനൈ, സാവകാശം സാവകാശം, ഇടിപടി എന്ന് പറഞ്ഞിട്ട് ഒരു ബഹളമൊന്നും ഉണ്ടാക്കണ്ട. ശനൈ ശനൈ ഉപരമേത്, അതിൽ നിന്നൊക്കെ നിവർത്തിക്കണം. മുൻപ് ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ലൈറ്റിൻ്റെ സ്വിച്ചുകൾ ഓരോന്നോരോന്ന് ഓഫ് ചെയ്ത് വരുന്നത് പോലെ കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, പിന്നെയുള്ളത് ഈ മനസ്സിൻ്റെ ചിന്തകളാണ്. ഇവന്മാരെയൊക്കെ പിടിച്ച് താഴേക്കിടണം. എന്നിട്ടോ കിഞ്ചിതപിന്ന ചിന്തയേ, വേറെ ഒരു ചിന്തയും വേണ്ട, അതിൽ തന്നെ അങ്ങോട്ടേക്ക് അമർന്നിരിക്കുക. തുടർന്ന് യദോ യദോ നിശ്ചരതി മനശ്ചഞ്ചലമസ്ഥിരം തതസ്തതോ നിയമ്യേതത് ആത്മന്യേവ വശം നയേത്. ഇതൊക്കെ ഇങ്ങനെ ഇത് പറഞ്ഞ പോലെ അങ്ങോട്ട് നടക്കണമെന്നൊന്നുമില്ല. ഭഗവാൻ തന്നെ പറയുന്നു ഇതൊന്നും അങ്ങനെ നടക്കണമെന്നില്ല അർജുന, നീ അങ്ങനെ പേടിക്കണ്ട. എന്താ പറയണത്? യദോ യദോ നിശ്ചരതി മനശ്ചഞ്ചലം അസ്ഥിരം. മനസ്സിനെ തന്നെ ഭഗവാൻ പറയുന്നു എന്താണ്? ചഞ്ചലം അസ്ഥിരം മനഃ. മനസ്സെന്താണ്? അസ്ഥിരമാണ്, ഒരു വ്യവസ്ഥയില്ല. ഇവൻ എന്ത് വേണമെങ്കിലും ഇവന് എന്താ പറയുക, നമ്മളെ പിടിച്ചുകൊണ്ടുപോകും. നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളൊക്കെയാണ് ടക്കാന്ന് പറഞ്ഞ് എടുത്തിടുന്നത്. ഇതെന്താ ഇത്? എന്നിട്ടോ അതിൻ്റെ കൂടെ നമ്മളങ്ങോട്ട് പോകും. അതുകൊണ്ട് ഇത് ഇന്നതാണ് എന്ന് മനസ്സിലാക്കിയിരിക്കണം. എന്ത്? ഇവൻ്റെ സ്വഭാവം ഇതാണ്. ഇത് ചഞ്ചലം, ഇളക്കമുള്ളതാണ്, അതുപോലെ തന്നെ അസ്ഥിരമാണ്. അങ്ങനെയുള്ള മനസ്സ് യഥാ യഥാ നിശ്ചരതി, ഏതേത് വിഷയത്തിലേക്കാണോ അത് സഞ്ചരിക്കുന്നത്, തഥ അതത് വിഷയങ്ങളിൽ നിന്ന് അതിനെ നിയമ്യ, പതുക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. യാതൊരു വിധത്തിലുള്ള രാഗദ്വേഷങ്ങളും കൂടാതെ പാടമോനെ ആ എന്നുള്ള മട്ടിൽ പതുക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അച്ഛനാടാ പറയുന്നത് കത്തി താഴെ ഇട് എന്ന് അവനോട് പറയാം. മാതൃഭാവവും പിതൃഭാവവും ഒക്കെ എടുക്കാം നിങ്ങൾക്ക്. നിയമ്യ, അങ്ങനെ നിയമിച്ചിട്ട് ആത്മനിയേവ വശം നയേത്, ആ ആത്മനി ബോധത്തിലേക്ക്, മാറ്റമില്ലാത്ത ആ ഉണ്മയിലേക്ക്, സമാധിയിലേക്ക്, തുരീയത്തിലേക്ക്, അതിലേക്ക് കൊണ്ടുവരിക. അങ്ങനെയാണെങ്കിലോ പ്രശാന്തമനസം ഹ്യേനം യോഗിനം സുഖമുത്തമം ഉപൈതി ശാന്തരജസം ബ്രഹ്മഭൂതമകന്മഷം. പ്രശാന്തമനസം ഹി ഏനം യോഗിനം സുഖം ഉത്തമം ഉപൈതി ശാന്തരജസം ബ്രഹ്മഭൂതം അകന്മഷം. പ്രശാന്തമനസം, ശാന്തമായ മനസ്സ്, അതങ്ങനെ ഒരു ഓളവും ഒന്നുമില്ലാതെ ഇങ്ങനെ നിശ്ചലമായിരിക്കുക. അങ്ങനെ സ്ഫടികപാത്രത്തിൽ ഇങ്ങനെ വെള്ളം വെച്ചതുപോലെ ഉണ്ടാവും, ഒരനക്കൂല. അതിലേക്ക് ഒരു കൊതുക് വന്ന് ഒന്ന് വെറുതെ അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് മൂളിയാൽ മതി, അപ്പം അതിങ്ങനെ അലയടിക്കും. ആ പാകത്തിനാണ് മനസ്സ്, അനക്കമില്ലാതെ എങ്ങനെ ഇരിക്കുക. പ്രശാന്ത മനസ്സ്, ശാന്തരജസം.
രജസം ശാന്തം, രജോ ഗുണം ശാന്തമാണ്, ഒടുങ്ങിയിരിക്കുന്നതാണ്. രജോ ഗുണം ഇല്ല എന്നല്ല, പക്ഷെ ഒടുങ്ങിയിരിക്കുന്നു. കർമ്മത്തിൻ്റെ ശേഷികളൊക്കെ ഉണ്ട്, പക്ഷെ അടങ്ങിയിരിക്കുക. അകന്മഷം, കർമ്മവാസനകളില്ലാത്ത, പാപങ്ങളൊന്നുമില്ലാത്ത, ബ്രഹ്മഭൂതം, ബ്രഹ്മമായി ഭവിച്ച ആ ഏനം യോഗിനം, ബ്രഹ്മഭൂതം ഏനം യോഗിനം, ആ ബ്രഹ്മഭൂതമായി തീർന്നിരിക്കുന്ന ഈ യോഗിയെ, എങ്ങനെയാണ് ഈ യോഗി ഈ അവസ്ഥയിലെത്തിയത്? ഇതാ ഈ പറഞ്ഞ വഴികളിലൂടെയൊക്കെ അങ്ങനെ മൂപ്പരവിടെ നിൽക്കുകയാണ്. എങ്ങനെ? യഥാ ദീപോ നിവാതസ്ഥഃ ന ഇംഗതേ സോമപാസ്മൃത. ഒരു ഉപമ നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ ഇതാ വിളക്ക്, കാറ്റില്ലാത്തിടത്ത് വിളക്ക് ഇങ്ങനെ തെളിഞ്ഞ് പ്രകാശിക്കുന്നത് പോലെ, ഒരു ഇളക്കം പോലും ഇല്ലാത്തത്. അചല സിന്ധുവാരിവത് മേരുഹു ഇവ അപ്രകമ്പനവത്. ശ്രീരാമഗീതയിൽ രാമൻ വിഭീഷണനോട് പറഞ്ഞോടും. സമുദ്രം പോലെ, സമുദ്രത്തിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ഇളക്കമൊക്കെ ഉള്ളൂ, അടിയിൽ ശാന്തമാണ്. കൈലാസപർവ്വതം പോലെ ഇളക്കമില്ലാതെ അങ്ങനെ ഉറച്ചിരിക്കുക. എന്നിട്ടോ അങ്ങനെയുള്ള ഏനം യോഗിനം, ഈ യോഗിയെ ഉത്തമം സുഖം ഉപൈതി, ഏറ്റവും ഉത്കൃഷ്ടമായ ആനന്ദം അവൻ പ്രാപിക്കുന്നു. അതെങ്ങനെയാ? സഹജമായി അതിനെ പ്രാപിക്കുന്നു. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.